ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ പരിസര പഠനം പാഠപുസ്തകത്തിലെ ആസ്പദമാക്കിക്കൊണ്ട് പഴയൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും അതുപോലെ തന്നെ ക്ലാസ്സുകളുടെ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം കൂട്ടുകാരുടെ പേരും സ്കൂളിൻ്റെ പേരും അതുപോലെ തന്നെ ഡിവിഷനും ഒക്കെ ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ കൂട്ടുകാർ കൃത്യമായി ഫില്ല് ചെയ്യുക. തൊട്ടടുത്തായിട്ട് കൊടുത്തിട്ടുണ്ട് എത്ര പ്രവർത്തനങ്ങളാണ് ഉള്ളതെന്ന്. 6 പ്രവർത്തനങ്ങളാണ് കൂട്ടുകാർക്കുള്ളത്. സുന്ദരി പൂമ്പാറ്റ, ഭക്ഷണത്തിലുമുണ്ട് കാര്യം, കൃഷിപ്പാഠം, എൻ്റെ തോട്ടം, മണ്ണില്ലെങ്കിൽ നാമില്ല, ആരോഗ്യമാണ് സമ്പത്ത്. അപ്പം നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ കൂടെ നോക്കാം. ആദ്യത്തെ 15 മിനിറ്റ് ചോദ്യങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. ആ സമയത്ത് കൂട്ടുകാർ ചോദ്യങ്ങളൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കുക. 1 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. തിരഞ്ഞെടുക്കുന്ന ചോദ്യത്തിൻ്റെ എല്ലാ ഉപചോദ്യങ്ങൾക്കും കൂട്ടുകാർ ഉത്തരം എഴുതുക. അപ്പോൾ നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. പ്രവർത്തനം 1, സുന്ദരി പൂമ്പാറ്റ. വർണ്ണച്ചിറകുകൾ വീശി വീശി പാറി വരുന്ന പൂമ്പാറ്റകൾക്ക് എന്തു ഭംഗിയാണ്. ചെടികളിലും പഴങ്ങളും പച്ചക്കറികളും ഉണ്ടാക്കാൻ പൂമ്പാറ്റകൾ സഹായിക്കുന്നുവെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ. ചിത്രത്തിലെ പൂമ്പാറ്റയ്ക്ക് നിറം നൽകും. അപ്പോൾ മനോഹരമായ നിറം കൂട്ടുകാർ പൂമ്പാറ്റയ്ക്ക് കൊടുക്കുക. ഇവിടെ മനോഹരമായി നിറം കൊടുത്തിട്ടുണ്ട്. കണ്ടു അല്ലേ? ഇനി അടുത്ത് നോക്കിയേ. ചോദ്യം, ജീവിതചക്രത്തിൽ പൂമ്പാറ്റയ്ക്ക് 4 ഘട്ടങ്ങൾ ഉണ്ടെന്നറിയാമല്ലോ. ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഘട്ടങ്ങൾ എഴുതി ചേർക്കുക. ഒന്നാമത്തേത് എന്താ? ഇത് പൂമ്പാറ്റയായി വളർന്നു കഴിഞ്ഞിട്ടുള്ളതാണല്ലേ. അപ്പോൾ പൂമ്പാറ്റയെന്ന് എഴുതാം. രണ്ടാമത്തേത് പുഴുവാണ്, എഴുതിക്കോളൂ, പുഴു. മൂന്നാമത്തേത് മുട്ട. നാലാമത്തേത് പ്യൂപ്പ. അപ്പോൾ പൂമ്പാറ്റയുടെ 4 ജീവിതചക്രങ്ങളാണ് നമ്മൾ എഴുതിയത്. അടുത്ത് നോക്കിയേ. ചോദ്യം, ചിത്രത്തിലെ പൂമ്പാറ്റയ്ക്ക് മഞ്ഞ നിറം നൽകൂ. ഇത് ഏതിനം പൂമ്പാറ്റയാണ്? ഇത് മഞ്ഞ പാപ്പാത്തിയാണ്, എഴുതിക്കോളൂ. ചോദ്യം, നിങ്ങളുടെ വീട്ടിൽ വിരുന്നു വരുന്ന ഏതെങ്കിലും 2 ഇനം പൂമ്പാറ്റകളുടെ പേര് എഴുതുക. ഉത്തരം എഴുതാം. ചക്കരശലഭം, ഗരുഡശലഭം. ചോദ്യം, പൂമ്പാറ്റകളുടെ സംരക്ഷണം നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അവയെ ആകർഷിക്കാൻ നാം എന്തൊക്കെ ചെയ്യണം? ഉത്തരം, പൂന്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുക, മണമുള്ള പൂക്കൾ നട്ടുപിടിപ്പിക്കുക. അടുത്തു നോക്കിയ കൂട്ടുകാരെ പ്രവർത്തനം 2, ഭക്ഷണത്തിലുമുണ്ട് കാര്യം. ചോദ്യം, പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ വിവിധ തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. താഴെ തന്നിരിക്കുന്ന ആഹാരവസ്തുക്കൾ ഏതൊക്കെ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്? ഏതൊക്കെയാണ് ആഹാരവസ്തുക്കൾ തന്നിരിക്കുന്നത്? നോക്കിയേ. മുരിങ്ങയില, ചെറുപയർ, പടവലങ്ങ, മുന്തിരി, ഗ്രീൻ പീസ്, മത്തങ്ങ, കടല, മരിച്ചീനി, വെണ്ടയ്ക്ക, ആപ്പിൾ, ഓറഞ്ച്, കാബേജ്, ചേമ്പ്, ചീര. നമുക്ക് പട്ടിക പൂർത്തിയാക്കാം. കിഴങ്ങ് വർഗം, ചേമ്പ്, മരിച്ചിനി. ധാന്യങ്ങൾ, കടല, ചെറുപയർ, ഗ്രീൻ പീസ്. പഴങ്ങൾ, മുന്തിരി, ആപ്പിൾ, ഓറഞ്ച്. പച്ചക്കറികൾ, പടവലം, മത്തങ്ങ, വെണ്ടയ്ക്ക. ഇലക്കറികൾ, കാബേജ്, ചീര, മുരിങ്ങയില. ചോദ്യം നോക്കിയ കൂട്ടുകാരെ. ഞാനൊരു പയറുവർഗ്ഗ വിളയാണ്. എൻ്റെ നിറം പച്ചയാണ്. കടലയേക്കാൾ ചെറുതാണ്. ഞാൻ ആരാണ്? ചെറുപയറാണ്. ചോദ്യം, കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? പാല്, മുട്ട, മരച്ചിനി, മാംസം. ഏതാണ്? പാൽ. അടുത്തു നോക്കിയേ. പ്രവർത്തനം 3, കൃഷിപാഠം. ചുവടെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങൾ നോക്കിയേ. ഒത്തിരി ഉപകരണങ്ങൾ ഉണ്ടല്ലേ കൂട്ടുകാരെ? അതെ. ഇനി ചോദ്യം നോക്കിയേ. കൃഷിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ചിത്രത്തിൽ നിന്നും കണ്ടെത്തി എഴുതുക. മൺവെട്ടി, കലപ്പ, അരിവാൾ, വെള്ളം തേമുന്ന സംവിധാനം. ചോദ്യം നോക്കിയേ. വസ്ത്രം കൂട്ടുകാരുടെ കയ്യിലെത്തുന്നതിന് നിരവധി ആളുകളുടെ ശ്രമഫലമില്ലേ? ഉണ്ട്. പരുത്തി കൃഷിയിൽ തുടങ്ങി തുണിക്കടയിൽ എത്തുന്നത് വരെയുള്ള ഘട്ടങ്ങൾ ക്രമമായി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതിക്കോളൂ. ചോദ്യം,
കൃഷിക്ക് ഇന്ന് ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും പണ്ടില്ലായിരുന്നു. താഴെ തന്നവയ്ക്ക് പകരം മുൻകാലങ്ങളിൽ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് എഴുതിക്കോളൂ. മോട്ടോർ പമ്പിന് പകരം വെള്ളം തേവുന്ന ഒരു സംവിധാനമാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ട്രാക്ടറിന് പകരം കലപ്പയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി നോക്കിയേ പ്രവർത്തനം 4. എൻ്റെ തോട്ടം. പച്ചക്കറികളിൽ കീടനാശിനിയുടെ അളവ് കൂടുതൽ. വിഷാംശമുള്ള പച്ചക്കറികളുടെ ഉപയോഗം രോഗികളുടെ എണ്ണം കൂടുന്നു. ഈ ചോദ്യം പത്രവാർത്തകളിലെ തലക്കെട്ടുകൾ വായിച്ചല്ലോ. സ്വന്തമായി അടുക്കളത്തോട്ടം ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായില്ലേ കൂട്ടുകാരെ? ഒരു അടുക്കളത്തോട്ടം നിർമ്മിക്കുന്നതിന് നിങ്ങൾ എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തണം? ഉത്തരം എഴുതിക്കോളൂ. നല്ല വളക്കൂറുള്ള മണ്ണ് തിരഞ്ഞെടുക്കണം, നല്ല വിത്തിനങ്ങൾ തിരഞ്ഞെടുക്കണം, ജൈവ വളങ്ങൾ ഉപയോഗിക്കണം. ബി ചോദ്യം അടുക്കളത്തോട്ടത്തിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന പഴങ്ങളും പച്ചക്കറികൾക്കും എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകും? എഴുതി നോക്കൂ. വിഷാംശം ഉണ്ടാകില്ല, പോഷക ഗുണമുള്ളതായിരിക്കും. അപ്പം ഇതുപോലുള്ള ഗുണങ്ങൾ കൂട്ടുകാർ എഴുതി ചേർത്തോളൂ. പ്രവർത്തനം 5. മണ്ണില്ലെങ്കിൽ നാമില്ല. ഈ ചോദ്യം നോക്കി. ഉത്സവത്തിൻ്റെ ഭാഗമായി ബാക്കി വന്ന പ്ലാസ്റ്റിക് കവർ കുഴിച്ചു മൂടാമെന്ന് അമ്മ പറഞ്ഞു. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? കുഴിച്ചു മൂടാൻ പാടില്ല, കാരണം പ്ലാസ്റ്റിക് ഒരിക്കലും മണ്ണിൽ അലിഞ്ഞു ചേരില്ല. അതുകൊണ്ട് തന്നെ ഇത് മണ്ണിന് ദോഷം ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും പ്ലാസ്റ്റിക് മണ്ണിൽ എന്ത് ചെയ്യാൻ പാടില്ല? കുഴിച്ചു മൂടാനായിട്ട് പാടില്ല. ബി ചോദ്യം നോക്കിയ കൂട്ടുകാരെ. സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അധ്യാപകരും ശുചിത്വ ക്ലബ് അംഗങ്ങളും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. അവർ ശേഖരിച്ച വസ്തുക്കൾ ചുവടെ ചേർക്കുന്നു. ഇതിൽ നിന്നും മണ്ണിൽ അലിഞ്ഞു ചേരുന്ന വസ്തുക്കൾ കണ്ടെത്തി എഴുതുക. നോക്കിയേ, മണ്ണിൽ അലിഞ്ഞു ചേരാത്ത വസ്തുക്കൾ ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക് കുപ്പികൾ, ബലൂണുകൾ, മിഠായി കവറ്, സ്ട്രോ, പ്ലാസ്റ്റിക് കവറ്, തെർമോക്കോൾ. ഇതൊന്നും മണ്ണിൽ അലിഞ്ഞു ചേരുകയില്ല. സി ചോദ്യം നോക്കിയ കൂട്ടുകാരെ. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ എന്ന ആശയം എല്ലാവരിലും എത്തിക്കുന്നതിനുള്ള പോസ്റ്റർ വിദ്യാലയങ്ങളിലെ വിവിധ ഇടങ്ങളിൽ പതിക്കാൻ തീരുമാനിച്ചു. അനുയോജ്യമായ പോസ്റ്റർ വാചകങ്ങൾ എഴുതുക. 1 എഴുതിക്കോളൂ. മണ്ണില്ലെങ്കിൽ നാമില്ല. രണ്ടാമത്തേത് മണ്ണ് നമ്മുടെ സ്വത്ത്. പ്രവർത്തനം 6 കൂട്ടുകാരുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ ചോദ്യമാണ്. നോക്കിയേ, ആരോഗ്യമാണ് സമ്പത്ത്. ചിത്രം നിരീക്ഷിച്ചു കൂട്ടുകാരെ. ഇവിടെ എന്തൊക്കെയാണ് കാണുന്നത്? മലിനീകരണമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇവിടെ കണ്ടിരിക്കുന്നത് അല്ലേ? അതെ. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ നോക്കാം. രോഗം പകരാനുള്ള എന്തൊക്കെ സാഹചര്യങ്ങളാണ് ചിത്രത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്നത്? ഉത്തരം മലിനജലം ഒഴുകുന്നത്, പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞിരിക്കുന്നത്, കൊതുക് പെരുകുന്നത്. ബി ചോദ്യം ജലം മലിനമാകാതെ സംരക്ഷിക്കേണ്ടതില്ലേ? ജലത്തിലൂടെ പകരുന്ന 4 രോഗങ്ങളുടെ പേരെഴുതും. അടുത്തു നോക്കിയ സി ചോദ്യം പരിസര ശുചിത്വം പോലെ തന്നെ പ്രധാനമാണ് വ്യക്തി ശുചിത്വവും നല്ല ആരോഗ്യശീലങ്ങളും. താഴെ പറയുന്നവയിൽ നിന്നും തെറ്റായ ആരോഗ്യശീലങ്ങൾക്ക് നേരെ ഇൻറ്റു അടയാളപ്പെടുത്തുക. ഇവിടെ നോക്കിയേ, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നു. ശരിയാണ്. തുറന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തുന്നു. ഇൻറ്റു മാർക്ക് കൊടുത്തോളൂ. അടുത്ത് കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നു. ശരിയാണ്. ടിക്ക് മാർക്ക് കൊടുക്കാം. തുറന്നു വച്ച ആഹാരം കഴിക്കുന്നു. ഇൻറ്റു മാർക്ക് കൊടുത്തോളൂ. തെറ്റല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പരിസര പഠനം പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കൂട്ടുകാർ നിങ്ങളുടെ പാഠഭാഗങ്ങളൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതിലുള്ള ചോദ്യങ്ങളായിരിക്കും കൂട്ടുകാർക്ക് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ABC എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉപചോദ്യങ്ങളുണ്ടാകും. അതും നിങ്ങൾ വിട്ടുപോകാതെ എഴുതേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്